സൂര്യയിലെ കുട്ടിപ്പട്ടാളം ചെയ്തായിരുന്നു. അതിനകത്ത് കയറി ആശാൻ ഒരു കസറി ഇട്ട് ഇറങ്ങിയതാ. അറിയാലോ, നല്ല നല്ല കാര്യങ്ങൾ അതെ വാഴക്കാലം തന്നെയായിരുന്നു. പക്ഷെ ഷൂട്ട് ചെന്നൈയിലായിരുന്നു. പിന്നെ ഏഷ്യാനെറ്റിലുണ്ട് കിങ്ങിണി കൂട്ടം. പക്ഷെ സുബിയുടെ പ്രോഗ്രാം അറിയാലോ, സുബിയുടെ കാര്യം അറിയാലോ. പുള്ളിക്കാരി ഇങ്ങോട്ട് പിഴിഞ്ഞിങ്ങെടുത്ത്. സ്കൂളിലെ വിശേഷാദികളും മൊത്തവും അന്ന് LKG അന്ന് ഞാൻ പറഞ്ഞ ആഫ്റ്റർ എഫക്റ്റ് ഇപ്പോഴും ഞാൻ കേൾക്കുന്നുണ്ട്. ചെറിയ മക്കളല്ലേ, അപ്പൊ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കുസൃതികൾ ഞാൻ പറഞ്ഞു. ചെറിയ കുസൃതി ഒന്നുമില്ല, കുറച്ച് വലുതായിരുന്നു. അൽസാബിത്ത് ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെടാന്ന് അവള് ചോദിച്ചു. ചെറിയ മോള് ഉത്തരാന്ന് പറഞ്ഞൊരു കുഞ്ഞു മോള്. ഇത് കഴിയുമ്പോ അവൾ എന്നെ ഉറപ്പായിട്ടും എല്ലാ പൂവും വെച്ച് തരും, എനിക്ക് ഉറപ്പാണ്. കഴിഞ്ഞവിടെ ഞാനിത് പറഞ്ഞു. ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്. ഇന്നലെയും കൂടെ മെസ്സേജ് അയച്ചോളൂ, വല്ലതും വിളിച്ചു പറയുള്ളൂ. അവൾ അങ്ങനെ വന്ന് ഞാനത് പോയി പറഞ്ഞു കൊടുത്തു. അപ്പൊ ടീച്ചറിനോട് പോയി പറഞ്ഞു. ടീച്ചർ പറഞ്ഞു, ഇവൻ പറഞ്ഞു ഓപ്പോസിറ്റ്, എന്നാലും ഇപ്പൊ താലിമാലയും മേടിച്ചോണ്ട് വേണം. നമ്മള് പാവമാണല്ലോ. ഏത് വയസ്സ്? LKG. കുഴപ്പമില്ല. ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാ ഞാൻ പറയില്ലല്ലോ, മേടിച്ചോണ്ട് വന്ന് ഫ്രണ്ട് ഇക്കത്തല്ലോ കയ്യില് മാലയായിട്ട്. അല്ലോ എന്നാ പിന്നെ എങ്ങനെ? അല്ല അമ്മ പിന്നെ അമ്മ കുഴപ്പമില്ല, എല്ലാത്തിനും ഓക്കെയാണ്. എന്നിട്ട് അത് പോയി പറഞ്ഞു. അത് പിന്നെ നാട് മൊത്തം അറിഞ്ഞു. അത് ടീച്ചർ മിസ് അറിഞ്ഞു, ശോഭ മിസ് ആയിരുന്നു. മിസ് അറിഞ്ഞു. മിസ് എല്ലാ മിസ്സുമാരോടും പറഞ്ഞു. സ്കൂൾ ബസ്സിൽ പാട്ടായി. പിറ്റേ ദിവസം രാവിലെ ഞാനും ബസ്സിൽ കയറ്റി വിടാൻ നിർത്തുമ്പോ അറിഞ്ഞാ ഞാൻ ചെന്ന് മോന്റെ കല്യാണം ഉറച്ച്. പെണ്ണ് അതാ. അപ്പൊ അവള് ബസ്സിൽ തന്നെ, കുഞ്ഞു ആ ബസ്സിൽ തന്നെ. LKG രണ്ടും ഒരു കറ്റ ക്ലാസ്, കുഞ്ഞു പിള്ളേരല്ലേ. അപ്പോ ഞാൻ ചിന്തു സംഭവം മിസ്സേ, ഞാൻ അറിഞ്ഞില്ലല്ലോ. അമ്മ ഈ സംഭവം പറഞ്ഞ്. മോള് വലുതായി, +2 ആയി, നല്ല കുട്ടിയാ. ഇപ്പോഴും ഒരു നല്ല ഫ്രണ്ട്സാ, കുറെ കുട്ടികൾ. പക്ഷെ ഇത് അവൻ കുട്ടിപ്പട്ടാളത്തിൽ പോയി പറഞ്ഞു. അതാ ടൈമില് പത്തനാപുരം അച്ഛൻ. എന്നിട്ട് കഷ്ടമാണ്. അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളറിയാതെ പറഞ്ഞു കേട്ടോ, സോറി. ഞാൻ പറഞ്ഞു, അയ്യോ ഇതൊന്നും ഒരു കാര്യമൊന്നും അല്ല. പക്ഷെ ഇപ്പൊ കേൾക്കുമ്പോ അങ്ങനെ ആയിരിക്കില്ല പറയണത്. സെൻസർ ബോർഡ് വിളിക്കണേലും കാള് ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞു. അവള് വലിയ കുട്ടിയായില്ലേ. കേൾക്കുന്നുണ്ടല്ലോ. ലാസ്റ്റ് ബർത്ത്ഡേക്ക് അവള് വീട്ടിൽ വന്നു. അമ്മയും അവളും മോളുമായിട്ട് വന്നായിരുന്നു. അങ്ങനെ ഹാപ്പി ആയിട്ട് പോയി. അതൊക്കെ നല്ല അവരുടെ ഒരു ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു തിക് ഫ്രണ്ട്സ് ആണ് അവര്. കുറെ കുട്ടികളുണ്ട്. മേഘ, പിന്നെ മാത്രം പറയല്ലേ, കുറച്ച് അഗസ്റ്റിൻ, ഐസിൻ, അങ്ങനത്തെ കുറച്ച് പിള്ളേരുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചാലോ. നമ്മളറിയാ അങ്ങനെയാണല്ലോ. അഗസ്റ്റിന്, ഐസണ്, നല്ല കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഈ എനിക്ക് തോന്നുന്നു ഈ 8, 9, 10 വയസ്സുകളിലൊക്കെ ഏറ്റവും കൂടുതൽ പിള്ളേർ വീട്ടിലൊക്കെ ഈ ഓടി നടന്ന്, നമ്മളെല്ലാവരുടെയും ഓടി നടന്ന് അവിടെ ഇവിടെ വീഴുന്നു, പരിക്കുകൾ പറ്റുന്നു, അങ്ങനെയല്ലേ സാധാരണ. പക്ഷെ എനിക്ക് തോന്നുന്നു കേശുവിനെ സംബന്ധിച്ച് ആ സമയങ്ങളിൽ, ആ വയസ്സുകളിൽ ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് പരിക്കുകൾ ഏറ്റവും കൂടുതൽ പറ്റിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് സെറ്റിൽ ഉപ്പുമുളക്. ഇത് കറക്റ്റ് ആണോ? അല്ലേ? കുറച്ച് 100% വീട്ടിൽ വെച്ച് ഒരു വീഴ്ചയില്ല. ഇന്ന് വരെ മുറിവ് പറ്റിയിട്ടില്ല. സ്കൂളിൽ പോയിട്ട് എന്റെ ഓർമ്മയിൽ അവന് യാതൊരു വിധത്തിലും ഒരു പോറലും വന്നിട്ടില്ല. ഈ സംഭവം ഈ അച്ഛൻ നേരത്തെ ഇന്റർവ്യൂ ചെയ്തെന്ന് പറഞ്ഞല്ലോ, പറഞ്ഞു കാണുമല്ലോ ഈ ആത്മാർത്ഥത കേട സ്വന്തമായിട്ട് അവിടുന്ന് കുറച്ച് മുക്കി എടുത്തിട്ടുണ്ടേ. അച്ഛൻ തന്നെയാണ് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാ പിന്നെ അങ്ങ് വിട്ടങ്ങ് പൊക്കോണം. ഓക്കെ, ഒന്നും നോക്കരുത്. എന്നിട്ട് അച്ഛൻ തന്നെ പറയും ദേഹം നോക്കണം കേട്ടോ. എന്നിട്ട് ആ അച്ഛൻ തന്നെ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ പാറമട ചാടി, നീന്ത അറിയത്തില്ലെങ്കിലും വേണ്ടില്ല, ചാടിയിട്ട് പുറത്തിറങ്ങി വരും. നീന്ത അറിയാം, അതുപോലെ കേൾക്കുകയും ചെയ്യും. ഞാനും അതിന്റെ ബാക്കിയാണ്ട് പിന്നെ അങ്ങനെ ചിലപ്പോ അതുകൊണ്ട് ഭയങ്കര പേടിയാണ്. പേടിക്കണ്ട. ഒരാഴ്ച മുമ്പാണ് ഇവിടെ കാല് ഉളുക്കിയത്. അതിനൊരു കുറച്ചു ദിവസം മുമ്പാണ് കാലിൽ മറ്റേ ഈ മതിലെടുത്ത് ചാടി കൊടുത്തിട്ട് സ്റ്റിച്ച് കയറി കൊടുത്ത്. ഈ മുളയുടെ ഒരു നാര് കയറി. അപ്പൊ 3 സ്റ്റിച്ച്. എന്നിട്ട് ആ സ്റ്റിച്ചും വെച്ചുകൊണ്ട് അഭിനയിച്ച് 10 എപ്പിസോഡോളം അഭിനയിച്ചു. 7 ദിവസം സ്റ്റിച്ച് ഉണ്ടായിരുന്നു. 7 ദിവസവും അതങ്ങനെ പോയി. പിന്നെ എന്നിട്ട് അതിന് ഇവിടെ നെഗറ്റീവ് കമന്റ് വരെ വന്നവരുണ്ട്. അത് ഞാൻ ഏറിലായിരുന്നു. തലേ ദിവസം സ്റ്റിച്ച് ഇടുന്നു, അതും വിരലില്.
നമ്മളെ കോമഡി എന്ന് പറഞ്ഞാല് ഈ സാധനം അത് കഴിഞ്ഞിട്ട് സീൻ എടുക്കാണ്ടായിരുന്നു. തിരിച്ചു വന്നിട്ട് ആ സീൻ എടുത്ത് ഹോസ്പിറ്റലിൽ പോയി സ്റ്റിച്ച് ഇട്ടോണ്ട് വന്നിട്ട് അവൻ ആ സീൻ എടുത്തു. അപ്പൊ തന്നെ കുഞ്ഞു വിരല, കാലിലല്ല, കാലിന്റെ വിരലിലാണ്, 3ാമത്തെ വിരലിലാണ്. കീഴൊക്കെ എടുത്തു കളഞ്ഞു, വിഷയമൊന്നുമില്ലായിരുന്നു. അത് രക്തം അവിടെ തളം കെട്ടി നിക്കാന്നൊക്കെ പറയത്തില്ലോ. എല്ലാരും ശരിക്കും പേടിച്ചു, ഇത്രയും ബ്ലഡ് എന്തുവാണെന്ന്. നല്ലതായിട്ട് ബ്ലഡ് ലോസ് വന്നു. നല്ല ആത്മാർത്ഥത. അത് ഉച്ച സമയം 4 മണിയോ 3 മണി സമയമൊക്കെ. ഞാൻ വീട്ടിലായിരുന്നു, ഞാൻ പറന്നാണ് ഹോസ്പിറ്റലിൽ എത്തും. അപ്പൊ വിളിച്ചു പറഞ്ഞ എങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കാല് ഇവനല്ല വിളിച്ചു പറയുന്നേ, എന്നോട് സെറ്റിന്ന് പാറുന്റെ അമ്മയെ വിളിച്ചു പറഞ്ഞത് ചെറുതായിട്ട് ഇങ്ങനെ കാല് അവരൊന്നും അങ്ങനെ പറയൂലേ, ഞാൻ വിളിക്കുമ്പോഴല്ലേ അങ്ങനെ ഇത്താ. പിന്നെ അൽസുവിന്റെ കാല് മുറിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് ബ്ലഡ് പോയിട്ടുണ്ട്, മുറിവ് ഞാൻ കണ്ടിട്ടില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. കാരണം അവിടെ മൊത്തം ബ്ലഡ് ഉണ്ട്. അപ്പൊ പിന്നെ ഞാൻ വിളിച്ചു പറയുന്നതെന്ന് വെച്ചാൽ ഇത് നാളെ ഇത്ത ചീത്ത വിളിക്കും എന്നിട്ട് പറഞ്ഞിട്ട് ആരും വിളിച്ചു പറഞ്ഞില്ലല്ലോ. അത് കഴിഞ്ഞ് കറക്റ്റ് 2 മിനിറ്റ് കഴിഞ്ഞ അപ്പൊ ഹോസ്പിറ്റലിൽ പോയിക്കോ. കാലിന് ചെറിയൊരു ഇതുണ്ട്, ഞാൻ ഒന്ന് ഹോസ്പിറ്റലിൽ പോവാ, അത് പറ്റിയോ ആ കാല് ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് മതിലാടിയതാ. മഹേഷ നമ്മുടെ ആർട്ട് ഡയറക്ടർ ആയിരുന്നു, കൂടെ ഉണ്ടായിരുന്നു. മഹേഷ് പറഞ്ഞു ചേച്ചി കുഴപ്പമൊന്നുമില്ല ചേച്ചി, ഞാൻ ജസ്റ്റ് പോയപ്പോ ഡ്രസ് ചെയ്തിട്ട് വരാന്ന്. അവിടെ ചെന്നപ്പോ സ്റ്റിച്ച് ഇവര് ഡ്രസ് ചെയ്യാൻ കയറ്റി ക്ലീൻ ചെയ്തപ്പോ ഞാൻ അവിടെ ചെന്നു. അവിടെ എത്തി തൃക്കാക്കര ഹോസ്പിറ്റലില്. അവിടെ ചെന്നപ്പോ ഡോക്ടർ ചോദിച്ചു സ്റ്റിച്ച് ഇടണോ വേണ്ടയോ, ഒരു സ്റ്റിച്ച് വേണ്ടി വരുന്നു എന്ന് പറഞ്ഞു. ഒന്ന് തുടങ്ങിയതാ. അപ്പൊ എന്നിട്ട് ഇട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇട്ടപ്പോ അകത്തോട്ട് മുറിവുണ്ടായിരുന്നു, 3 സ്റ്റിച്ച് ഊണ്ടുണ്ടായിരുന്നു, 3 സ്റ്റിച്ച് ഇട്ട്. അപ്പൊ ഞാൻ എന്നിട്ട് എന്നാ ഇന്നിനിപ്പം വീട്ടിലോട്ട് പോകാമല്ലോ, 5 മണിയായില്ലേ, വീട്ടിലോട്ട് പോകാം, റെസ്റ്റ് എടുക്കാമല്ലോ. അപ്പൊ അവിടുന്ന് ബാക്കി ഷൂട്ട് എന്റെ ക്ലൈമാക്സ് ഒന്നും എടുക്കാൻ പറ്റൂടാ അങ്ങനെ ചോദിച്ചു. നമ്മളങ്ങനെ എന്നാ പിന്നെ ബാ എടുക്കാം എന്തോ ഞാൻ ബെഡിൽ ഇരുത്തിയിട്ട്. അപ്പൊ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു 7 ദിവസത്തേക്ക് പോട്ടെ, 4 ദിവസത്തേക്ക് കാല് അനക്കരുത്. അനങ്ങല്ലോ, പക്കായിരുന്നു, പിറ്റേ ദിവസം തല്ലായിരുന്നു. എപ്പിസോഡ് ഡാൻസ് കളിക്കുന്നു ഇതാരോടാ പറയുന്നത്, ഒറ്റ കാലില്. ആ പറഞ്ഞ അച്ഛനുണ്ടല്ലോ, കാലൊടിഞ്ഞ്, ഫുള്ള് കാലൊടിഞ്ഞ്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു വിട്ടത്, ബിജു സൂക്ഷിക്കണം, കാലാണ്, കളിക്കാൻ പാടില്ല. പിന്നെ അതുണ്ട്, ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. പിന്നെ ഈയിടയ്ക്ക് കൂടെ സ്വന്തമായിട്ട് എന്താ വിളിച്ചോളൂ, നോക്കണം, ഇല്ലെങ്കിൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും. നമ്മള് പിന്നെ ആരോഗ്യം നമ്മൾ നോക്കണ്ടേ. പിറ്റേ ദിവസം പോലെ ആടി ഇടി ചവിട്ട് കുത്തി ഇതിട്ട് ഏച്ചോണ്ടാടി നടപ്പ്. അതിപ്പോഴും അതിന്റെ ആഫ്റ്റർ എഫക്ട് ഉണ്ട്. കുത്തി കഴിഞ്ഞ് ഇങ്ങനെ കഴിഞ്ഞു പോവായിരുന്നു. ഇപ്പൊ സെറ്റായി, ഇപ്പൊ ഏറെക്കുറെ സെറ്റായി. സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വേദന വരും. ഇപ്പൊ നിങ്ങളുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോഴേ ഇപ്പൊ പല ആൾക്കാരും ഇപ്പൊ കേശുവിനെ വെച്ച് നോക്കുമ്പോൾ മമ്മാസ് ബോയ്, അങ്ങനെ കുറെ കമന്റുകൾ അല്ലെ, മച്ചുവർ ആയിട്ടുള്ള വ്യക്തി, പിന്നെ കുറെ അങ്ങനെ കാണാം കേട്ടോ. പക്ഷെ അതിൽ തന്നെ ചിലര് പറയുന്നത് ഒരു മാരേജ് ഒക്കെ കഴിയുമ്പോൾ മാറും, അല്ലെങ്കിൽ തന്നെ താമസിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ മാറും, നോക്കിക്കോളൂ, ഇങ്ങനെയൊക്കെയുള്ള കമന്റ് വരില്ലോ. അതൊക്കെ കാണുമ്പോ എന്താ ചിരി വരും, എനിക്ക് ചിരി വരും. ഇത് കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഉറപ്പായിട്ടും പിന്നെ ചിരി വരും. കാരണം പിന്നെ അവരുടെ കാഴ്ചപ്പാടിലൂടെ അല്ല ഞാൻ വളർത്തുന്നത്. ഞാൻ അവനിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല വളർത്തുന്നത്. ഞാൻ എന്റെ ആഗ്രഹത്തിന് വേണ്ടിയാണ് ഞാൻ പ്രസവിച്ചത്, അല്ലാതെ അവന്റെ ആഗ്രഹത്തിനല്ല ഞാൻ പ്രസവിച്ചത്. പറയുന്നവരോടാണ് ഞാൻ പറയുന്നത്. അത് നമ്മളായാലും അങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മുടെ ആഗ്രഹത്തിനാണ് നമ്മൾ മക്കൾക്ക് ജന്മം കൊടുക്കുന്നത്, അല്ലേ? അപ്പൊ എന്തിനും മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിന്. ഇത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് മറ്റേ ഈ കൊങ്ങയ്ക്ക് പിടിച്ചിട്ടില്ലേ കൊണ്ടുപോയേ, അത് പറയല്ലേ അണ്ണാ. ഇത് കഴിഞ്ഞിട്ട് ക്യാമറ കൂടെ പുറകെ വേണേ അങ്ങ് വരെ. ഇല്ല, ഞാന് ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടല്ല വളർത്തുന്നത്. എൻ്റെ സന്തോഷം, എൻ്റെ കുഞ്ഞ് നാളെ ആരുടെ മുൻപിൽ പോയി കൈ നീട്ടാനോ ഇരക്കേണ്ട അവസ്ഥ വരാതെ ജീവിക്കാൻ സ്വയം പര്യാപ്തതയോടെ. ഇപ്പൊ ഈ നാളെ മനുഷ്യന്റെ കാര്യം ആരെപ്പോ വേണമെങ്കിലും ഒരു ഗ്യാരണ്ടി ഇല്ലാത്തതാണ് മനുഷ്യന്റെ ലൈഫ്, അല്ലേ? അപ്പോ ഇന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇന്ന് മരിച്ചാൽ നീ കരഞ്ഞോ വിഷമിച്ചോ, പക്ഷെ 2 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിന്റെ ജോലിക്ക് നീ പോയേ പറ്റൂ. അതാണ് ലൈഫ്. അല്ലാതെ എൻ്റെ കൂടെ പണ്ടത്തെ പോലെ സതിയൊന്നും ഇല്ലല്ലോ, ഇപ്പൊ കൂടെ ചാടാനൊന്നും പറ്റൂലല്ലോ. അതുകൊണ്ട് ഞാൻ നിനക്ക് എന്നെ സംരക്ഷിക്കണമെന്ന് തോന്നിയാൽ നീ സംരക്ഷിക്കുക. അത് നിന്റെ ഉത്തരവാദിത്വം. ദാറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. അതെ, അവൻ നോക്കുവോ നോക്കാതിരിക്കുവോ, പിന്നെ അവന്റെ ഭാര്യ വരുമ്പോൾ നോക്കുവോ നോക്കാതിരിക്കുവോ ഒന്നും എന്റെ നിഘണ്ടുവിലില്ല.
ഓ ഇല്ല ഞാൻ ഒന്നും പറഞ്ഞില്ല. വെച്ചാൽ അല്ല ഞാൻ അല്ല. അമ്മ പറഞ്ഞപ്പോ അമ്മ ഇങ്ങനെ പെട്ടെന്ന് എന്താണെന്ന് തോന്നിയെന്നൊക്കെ. അതെന്താണെന്നോ, പേരൻസ് ഒരുപാട് എക്സ്പെക്ട് ചെയ്യും മക്കളിൽ നിന്ന്. എക്സ്പെക്ട് ചെയ്യാതിരുന്നു നോക്കി ആ കുഞ്ഞുങ്ങൾ ഉറപ്പായിട്ടും അവരെ നോക്കും.